രാജ്യത്തുടനീളം മൊബൈൽ ഫോണുകൾ വഴി ലോണുകൾ നൽകുന്ന ആപ്പുകൾ ഉപയോഗിച്ച് സാധാരണക്കാര് കടക്കെണികളിൽ പെടുകയും ആത്മഹത്യ ചെയ്യുകയും പല കുടുംബങ്ങളും നശിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ജോർജ് സാർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നാലും വലിയൊരു മാഫിയയാണ് ഓൺലൈൻ ആപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പണത്തിനാവശ്യം വരുന്ന സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ യാതൊരു രേഖകളും ഇല്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ ലോൺ തരാമെന്ന് പറഞ്ഞ് ഇവർ ആളുകളെ ആകർഷിക്കും. ആ കെണിയിൽ വീണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ എല്ലാം തീർന്നു. അതെ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സും ഗാലറിയിലെ ഫോട്ടോസും തുടങ്ങി സർവ്വ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. ആവശ്യപ്പെടുന്ന പണം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാലാവധിക്കുള്ളിൽ 5 ദിവസമോ 7 ദിവസത്തിനുള്ളിലോ അവർ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടും. ഇനി തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പലിശയും കൂട്ടുപലിശയും ചേർത്ത് വലിയൊരു തുക ആവശ്യപ്പെടാൻ തുടങ്ങും. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധാരണക്കാർക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ യവന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും അല്ലേ? അതെ, തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോ ഇവരാദ്യം ഫോണിലേക്ക് വിളിച്ച അസഭ്യം പറയും. അതിനുശേഷമാണ് ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കോൺടാക്ട്സിലെ അടുത്ത ബന്ധുക്കളെന്ന് തോന്നുന്നവർക്ക് കടം വാങ്ങിയതിനെ കുറിച്ചുള്ള മെസ്സേജുകളും ഭീഷണികളും അയക്കുക. ഗാലറിയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും. ഇത്തരം ഭീഷണികളിൽപ്പെട്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും യുവാക്കളും പെൺകുട്ടികളുമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ടാൽ പലരും ഇതൊന്നും പുറത്തു പറയില്ല. അതവർക്ക് വളവുന്നത്. ഈ നെറ്റ്വർക്കിന്റെ വേരുകൾ എവിടെയാണെന്ന് കണ്ടെത്തി അവരെ നമ്മൾ തകർക്കണം. എത്രയായി? 100 രൂപ ആയിട്ടുണ്ടേ. ആ, ഇത് നോക്കിയാ മതി. അഖിൽ എടുക്കുന്നില്ലല്ലോ. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ.